ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ 3 പുതിയ റോസാ ചെടികളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് ഈ ഓർക്കിഡ് റോസാണ്. റോസ് നിറത്തിലുള്ള ഓർക്കിഡ് റോസാണ്. അതിൻ്റെ പുതിയതായിട്ട് വന്ന ഒരു കൊലയാണ്. അതിനകത്ത് പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കുള്ള 1-2 മുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോയി. ബാക്കി ഇവിടെ ഒരു വലിയൊരു കൊല പൂവുണ്ടായിരുന്നു. പൂ പൊഴിഞ്ഞു പോയപ്പോൾ അവിടെ കട്ട് ചെയ്തപ്പോൾ ധാരാളം ബ്രാഞ്ചുകൾ നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ചുവട്ടിൽ നിന്നും ധാരാളം ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. 3-4 ബ്രാഞ്ച് നല്ല ആരോഗ്യത്തോടുകൂടി വരുന്നുണ്ട്. അപ്പോൾ NPKയും DAP ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. നല്ലൊരു റോസാ ചെടിയാണ്. ഇത് കണിയാപുരത്തുള്ള റീംസ് ബാസ്ക്കറ്റിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് ഞാൻ നേരിട്ട് പോയി വാങ്ങിയ ചെടികളാണ്. ഇതാണ് രണ്ടാമത്തെ ചെടി. ഫെയറി റോസിൻ്റെ പിങ്ക് വെറൈറ്റിയാണ്. അതിനകത്ത് ഒരു കൊലയിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 10ഓളം പൂവുണ്ട്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നല്ല റോസാപ്പൂ. ഇതിപ്പം ചെറിയ തൈ ആയതുകൊണ്ടാണ് ഇത്രയും ചെറിയ കൊലയായിട്ട് വരുന്നത്. ചെടി വലുതാകും തോറും വലിയ കൊലയിലുള്ള പൂവുകളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഇതിനകത്ത് കണ്ട ഒരു വലിയ കൊല മൊട്ട് വരുന്നുണ്ട്. താഴെ ഒരു ചെറിയ കൊല പൂവുണ്ട്. അതുപോലെ ഈ ഒരു കൊല പൂർണ്ണമായിട്ടും വിരിഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ചെടിയാണ്. അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മൂന്നാമത്തെ വെറൈറ്റി ഇതാണ്. ഇത് വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ ചേർന്ന പൂവുണ്ടാകുന്ന ഒരു ഫെയറി റോസാണ്. അതിൻ്റെ വിരിഞ്ഞു വരുന്ന പൂക്കൾ ചെറിയ ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡ് വെള്ളയ്ക്കകത്ത് ഉള്ള പൂവായിരിക്കും. അത് പച്ചറാകുമ്പോഴത്തേക്ക് കറക്റ്റ് വെള്ള കളറായി മാറും. അതിനകത്തൊരു വിത്തും നമുക്ക് കാണാം. ഇത് ബഡ് ചെടിയാണ്, പക്ഷെ വലിയൊരു ചെടിയാണ്. അപ്പോൾ ഈ 3 ചെടികളും ഞാൻ കണിയാപുരത്തുള്ള റീംസ് ബാസ്ക്കറ്റിൻ്റെ ഔട്ട്ലെറ്റിൽ നേരിട്ട് പോയി വാങ്ങിയതാണ്. ഏകദേശം 200 രൂപയോളം, 150-200 ചെടിയുടെ വില. പക്ഷെ നല്ല തൈകളായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്തു, നന്നായിട്ട് പൂക്കുകയും ചെയ്തു. ഇപ്പം ഉള്ളതിൽ വെച്ച് നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. ഞാൻ റോസാ ചെടികളൊന്നും കുറേ കാലമായിട്ട് വാങ്ങാതിരിക്കുകയായിരുന്നു. കാരണം നമ്മളെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ അത് പിടിക്കില്ല. അതിനകത്ത് രോഗാണുക്കൾ കയറി അപ്പോഴേ അത് നശിച്ചു പോകാറാണ് പതിവ്. പക്ഷേ കഴുതിന് വിരിയുന്നതായി ഇപ്പം ഈ 3 ചെടിയും നന്നായി പൂക്കുകയും നല്ല ആരോഗ്യത്തോടെ ഒരു രോഗമില്ലാതെ ഇലകളെല്ലാം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വെറൈറ്റിയിലൊക്കെ ഉള്ള റോസുകളൊക്കെ ഈ കാലാവസ്ഥയിൽ നന്നായി പൂക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.